2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് കുറച്ച് കനമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നീളത്തിൽ മുറിച്ചതിന് ശേഷമാണ് അരിഞ്ഞത്. അല്ലെങ്കിൽ നല്ല റൗണ്ടിൽ കിട്ടിയേനെ. അപ്പോൾ അത് അത്രയും അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്തു. അത് എടുക്കുമ്പം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. എന്നിട്ട് വെള്ളം നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം അടുത്ത മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. ഞാൻ മുളക് പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടാണ് ഇളക്കിയെടുത്തത്. പക്ഷേ അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു കുറച്ച്. അതുകൊണ്ടാണ് മുളക് അധികം അതിനകത്ത് പിടിക്കാതിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ചട്ടിയിലിട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി അതിൽ പുറത്തുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഇട്ടതിലല്ല, രണ്ടാമതിട്ട് വറുത്തെടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയത്. ഇപ്പോൾ കറികളൊക്കെ കുറവായിട്ടൊക്കെ തോന്നുമ്പോൾ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാനത് ഉണ്ടാക്കിയത്. വെറുതെ കഴിക്കാനും കൊള്ളാം, ചോറിൻ്റെ കൂടെ കഴിക്കാനും കൊള്ളാം. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും, പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകത്ത്. അപ്പോൾ ഇത് നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ ഞാൻ രണ്ടാമത്തതും കൂടി ഇട്ട് കൊടുത്ത്, രണ്ടാമത്തത് ഇട്ടതിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തതൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കളഞ്ഞപ്പോൾ അതെല്ലാം അതിലങ്ങ് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ, സി യു.